ദേ പ്രബേട്ടനോടൊന്ന് എന്റെ കൂടെ കാടാമ്പുഴ വരെ വരാൻ അമ്മ പറയണോട്ടോ. മുട്ടർക്കാൻ നിന്റെ നേർച്ചയുള്ളതാ. പിന്നെ നിന്റെ നേർച്ച ഇല്ലെങ്കിലും പ്രഭാകരൻ ജയിക്കും. അത്ര നേർമയുള്ള മനസ്സാവന്റെ. പ്രബേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഇത് തന്നെ പറയണം. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മായിക്കും അമ്മായിയുടെ കുടുംബക്കാർക്കുവേ ഇപ്പൊ തരണ പോലെ വാരിക്കോരി തരാൻ പ്രബേട്ടന്റെ പെണ്ണ് സമ്മതിക്കില്ല. അതന്നെ. എനിക്ക് പ്രഭാകരൻ എന്തെങ്കിലും തരണുണ്ടെങ്കിലേ അത് ഞാൻ അവന്റെ സ്വന്തം അമ്മായി ആയതുകൊണ്ടാ, അല്ലാതെ നിന്നെ പോലെ മതി മതി വർത്താനം തുടങ്ങി അപ്പൊ കീരിയും ബാബു അവർ രണ്ടാളും. അല്ലെങ്കിലും നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. ഈശ്വര, രാമകൃഷ്ണനല്ലേ ഇത്? എന്റെ രാമകൃഷ്ണ, ചെറിയ മോനാടി ബോംബെന്ന്. ഇന്നലെ കൂടി നിന്റെ കാര്യം പറഞ്ഞുള്ളൂ. അല്ല, നിന്റെ കോല ആകെ മാറിയല്ലോ രാമകൃഷ്ണ. ഇപ്പൊ കണ്ട ശരിക്കും ഒരു ഹിന്ദിക്കാരൻ മാതിരി. എന്താ മനസ്സിലാവാണ്ട്? സരുവമ്മയല്ലേ? ഓർമ്മയുണ്ടല്ലേ? വലിയ പെണ്ണായി. ഞാൻ എത്ര ചെറുപ്പത്തിൽ കണ്ടതാ. മിഴിച്ചു നിൽക്കാണ്ട് ചെന്ന് ചായക്ക് വെള്ളം വെക്ക്. വാ വാ മോളെ. ഒന്ന് വേഗം എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. മതി കൊണ്ടുവരണ സേവയൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ചേച്ചിയുടെ മകൻ നാട്ടിൽ വലിയ പൊതുപ്രവർത്തനാണല്ലേ? നാട്ടുകാരെ എടുത്തോണ്ട് നടക്കണ കണ്ടു. ഈശ്വര, അവൻ ജയിച്ചിട്ടുണ്ടാവും. ഈ വാർഡിലെ മെമ്പറാവൻ. ഗോമതിയേട്ടത്തേക്ക് സുഖല്ലേ? കേറി കിടക്കാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളോണ്ട് ആ കഷ്ടപ്പാടില്ലാന്ന് പറയാം. എത്ര കാലം വെച്ചിട്ട് അന്യനാട്ടിൽ കഴിയ. അതുകൊണ്ട് ബോംബെയിലെ സകല ബിസിനസ്സും ഞാൻ അവസാനിപ്പിച്ചു. ഇനിയുള്ള കാലം ഇവിടെയാ, ഈ വീട്ടിൽ. എത്രയായാലും സ്വന്തം നാടും വീടും തന്നെയാ വലുത്. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ മോളെ? ഈ നേരത്തെ എന്തോന്ന് ഉറക്കം? മൂപ്പർക്ക് അങ്ങനെ നേരം കാലൊന്നും ഇല്ല. ഏത് സമയത്ത് എന്തിനു റെഡിയാ. ഒന്ന് എഴുന്നേറ്റേ. ആ, ഒരു പണിയും ചെയ്യാതിരുന്ന് ഉണ്ണുമ്പോ വേറെ എന്തിനാ പറ്റിയല്ലേ? ഒന്ന് എഴുന്നേറ്റ്. എന്താ? ഞാനാ ചേട്ടാ, രാമകൃഷ്ണൻ. ആര്? രാമകൃഷ്ണൻ. ഏത് രാമകൃഷ്ണൻ? കൽട്ടാപ്പള്ളി രാമകൃഷ്ണനോ അതോ അഷ്ടക്കടയിൽ രാമകൃഷ്ണനോ? മയക്കം വിട്ടിട്ടില്ല. സോജ സോജ. വാ മോളെ. ഏത് രാമകൃഷ്ണനാണ് ഈ അകത്തേക്ക് പോയത്? നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണൻ. അവൻ നിന്റെ ആരാ? ഓ എന്റെ മനുഷ്യ, നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണനും മോളും ബോംബെന്ന് വന്നു. ഇനി ഇവിടെ സ്ഥിരതാമസം. എന്ന് വെച്ചാ എന്താ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് അത്ര തന്നെ. ഗാന്ധിയൻ പി കെ പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇതാരാ? വടക്കപ്പെട്ട സുശീലല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കൂ. കടന്നു വരൂ, കടന്നു വരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നപ്പോ നിങ്ങളെ മോ സുബ്രന്തി അവിടെ ഉണ്ട്, വിളിക്കണോ? രണ്ട് ബോണ്ട എടുക്കട്ടെ സുശീല. ഒരു കയ്യിൽ എത്ര എണ്ണോടാ ഇരിക്കുന്നത്? നമ്മുടെ മെമ്പർ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ചാരായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ച് ഇന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കിൽ അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇത് അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മറിക്ക് മറിക്ക് മറിക്ക്. വായിക്ക് വായിക്ക് വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ച് വളരെ ചേട്ടാ, ഗാന്ധിജി അറിയ. ഓഹ് എന്റെ സുബ്ര, ഞാൻ എന്താ ഈ കാണുന്നത്? പ്രഭാകരൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ് തോന്നൂർക്കര. കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വാങ്ങിച്ചോണ്ട് പോകുന്ന കണ്ടോ?
ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ 2 കോപ്പി തരും. ഒന്നിന്റെ പൈസ നാളെ തരും. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ 2 പേർക്ക് വായിക്കണം തോന്നിയാലോ ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മാനേജർ ഞാനാ, ഇവിടത്തെ കാര്യത്തിൽ ഇറവുണ്ടാ. നീ ഒന്നും മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ, സുബ്രൻ തോന്നൂർക്കര. എങ്ങനെയുണ്ട്? എന്താണത്? വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡീഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം, അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകര്. ഒരു ഡിജിറ്റൽ ഫീൽ ഉണ്ടാക്കാൻ ഒരു സീഡിയും, ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളുടെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നോടാ നായേ. ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ഞാൻ ആക്രമിച്ച് നാറ്റിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കന്നഡ വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരതാ ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരാം. ഇതാരത്? വീട് തെറ്റിയിട്ടൊന്നുമില്ല. അത് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായി. 4-ാം വാർഡിലെ മെമ്പർ പ്രഭാകരനല്ലേ? രഞ്ജിനിയാടാ ഇത്. ഒരിക്കലും വരാൻ പോണില്ലെന്ന് നീ പറഞ്ഞ രാമകൃഷ്ണന്റെ മോൾ രഞ്ജിനി. അല്ല, അവര് പിന്നെ ഇന്ന് കാലത്ത് അവര് ബോംബെന്ന് വന്നു. നിന്നെ നാട്ടുകാർ പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന കണ്ടുവെന്നും പറഞ്ഞു. എനിവേ, കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. ചെറിയമ്മാവൻ അകത്തുണ്ട്. വല്യമ്മാവനായിട്ട് സൽക്കാരത്തിലാ. ഇതിനകത്ത് വെച്ചോ? നീ അതിനിപ്പോ ഒന്നും പറയാൻ നിക്കണ്ട. ഇവിടെ ഒരു കേടായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നതാ. അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞ പ്രഭാകരൻ കേൾക്കില്ല. ഇത് പിന്നെ നിങ്ങൾ വന്നതുകൊണ്ട് കളറിൽ കാണാൻ പറ്റി. കാശില്ലാതൊന്നും അല്ല, പറമ്പിലെയും പാടത്തെയും വരുമാനം മുഴുവൻ കണക്ക് വെക്കുന്ന അവനല്ലേ. ചെലവാക്കില്ല, അത്ര തന്നെ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ നോക്കി നടത്താനും കണക്ക് വെക്കാനുമുള്ള ശേഷിയില്ല എന്റെ രാമകൃഷ്ണ. അപ്പൊ ഓരോ പ്രാവശ്യം തേങ്ങ ഇടുമ്പോഴും കൊയ്ത്ത് കഴിയുമ്പോഴും ഗോമതിയമ്മായി അക്കൗണ്ട് ബുക്കിൽ എന്തൊക്കെയോ എഴുതി കുറിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പൊ അതൊന്നും കണക്കല്ലേ വല്യമ്മാവ? അത് പിന്നെ നീയോ ആ പെണ്ണും പറയണതൊക്കെ ഞാൻ ചുമ്മാ ബുക്കിൽ എഴുതിയിരുന്നു എന്നല്ലാതെ അതിനൊക്കെ വല്ല വ്യവസ്ഥ വെള്ളിയാഴ്ച ഉണ്ടോ? ആണുങ്ങൾ ഇരുന്ന് വർത്താനം പറയട്ടെ ഗോമതി. നീ അടുക്കളയിലേക്ക് വാ. എനിക്ക് കുറച്ചു നേരം TV ഒന്ന് കാണണം. നടക്കുമോളെ. ചെറിയമ്മാവനെന്താ ഇത്ര ദിടീന്ന്? ഒരു കത്തോ ഫോണോ ഒന്നും ഉണ്ടായില്ല? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അറിയിക്കണേ എന്തിനാ അല്ലേട്ടാ? ഒന്ന് ശബ്ദം കുറയ്ക്കുക കേട്ടത്തി. തനിക്കിപ്പോഴും ഒരു പണിയും തൊഴിലും ഒന്നും ആയിട്ടില്ല അല്ലേ? അച്ഛനെയും വല്യച്ഛനെയും പോലെ ഇപ്പോഴും ഊരുതണ്ടലും രാഷ്ട്രീയവും തന്നെ. ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. പറമ്പ് നിറയെ അടയ്ക്കയും തേങ്ങയും ഉള്ളപ്പോ എന്തിനാ മറ്റൊരു ജോലി അല്ലേ? നിക്ക്, താൻ കഴിക്കുന്നോ? മൂപ്പളമയൊന്നും നോക്കണ്ട, വേണമെങ്കിലാവാം. അയ്യോ, തൊണ്ണൂർക്കര പഞ്ചായത്തിലെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവായവൻ കൈകൊണ്ട് പോലും തൊഴില്ല, മദ്യം വീട്ടിൽ കേട്ടാൽ സമ്മതിക്കുകയില്ല. അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വിദേശ മദ്യത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുന്ന കണ്ടല്ലോ വല്യമ്മ. തെറ്റുപറ്റിപ്പോയി. ബ്രിട്ടീഷുകാർ എന്ന് ഇന്ത്യ വിട്ടോ അന്ന് തൊലഞ്ഞു. അതുകൊണ്ട് ഞാൻ നിലപാട് മാറ്റി. ഇഷ്ടപ്പെട്ടില്ല. അവരോടുള്ളത് എനിക്ക് എന്തൊക്കെ ഞാൻ കഴിച്ചോളാം. പ്രഭേട്ടനും കൂടി ഇരുന്നോളൂ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അപ്പുറത്ത് നിലത്തിരുന്നോളാം. ഇരിക്കടോ. വേണ്ട, അമ്മ കഴിച്ചോളൂ. അവന് മേശമേലിരുന്ന ഇറങ്ങൂല. ആ ചായപ്പിൽ ചപ്പറം പടഞ്ഞിരുന്ന് ഓട്ട് കിണ്ണത്തിന് വെട്ടി വിളങ്ങണം. എന്നാലേ തൃപ്തിയാവും. പണ്ടേ വർത്തമാനത്തിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാ നിന്റെ വല്യമ്മാവൻ. നീ അവര് പറയുന്നതൊക്കെ കാര്യമായിട്ടെടുക്കാൻ നിൽക്കാണോ? കഞ്ഞിയില്ല കേട്ടോ. അവർക്ക് രാത്രി ചപ്പാത്തി വേണോന്ന് പറഞ്ഞപ്പോ
എല്ലാവർക്കും അത് മതിയെന്ന് വെച്ചു. എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അമ്മ മറന്നില്ലേ? ഞാൻ അമ്മയുടെ ഒരു 100 തവണ പറഞ്ഞല്ലേ പ്രഭേട്ടന് മാത്രം 1 ഗ്ലാസ് അരി എടുപ്പത്തിടാന്ന്. ഒരു നേരം ചപ്പാത്തി കഴിച്ചാൽ ചത്തൊന്നും പോവില്ല. ഉച്ചക്കലത്തെ ചോറ് ഇരിപ്പുണ്ട്, ഞാനെല്ലാം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കഞ്ഞിയാക്കി തരട്ടെ? എന്നാ പിന്നെ അതിനകത്ത് ഇത്തിരി പിണ്ണാക്കും കൂടി ഇട്ടോ. ഒരു 15 മിനിറ്റ് മതി, ഞാൻ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാം. വേണ്ട, അമ്മ പറഞ്ഞ പോലെ ഗോതമ്പ് വിഷമില്ലാത്തോണ്ട് ചത്തുപോകുന്നില്ലല്ലോ. അയ്യോ, കുട്ടി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. ഒരു കിടക്ക തട്ടിക്കൊടഞ്ഞു വിരിച്ചോണ്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഷർട്ട് അയൺ ചെയ്താൽ ചുളിവ് മാറില്ല എന്നുള്ളതുകൊണ്ട് ആ പണി മാത്രമേ രാധയെ കൊണ്ട് ചെയ്യിക്കാറുള്ളൂ. പിന്നെ എന്റെ അലക്കലും കഴുകലും കിടക്കവിരിക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് തൃപ്തിയാകും. അതുകൊണ്ട് ഈ വക പണികളൊന്നും ചെയ്യണ്ട. ഏയ്, ഈ മുറിയിൽ ഇന്നു മുതൽ ഞാനാ കിടക്കുന്നത്. ആ, ഈ കുട്ടിക്ക് സ്വസ്ഥമായിട്ട് കിടക്കണെങ്കിലേ ഇവിടെ ഈ മുറിയല്ലേ ഉള്ളൂ. നിനക്ക് ആ ചായപ്പി പോയി കിടന്നൂടെ? പ്രഭേട്ടന് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? പഞ്ചായത്ത് റോഡിൽ പേപ്പർ വിരിച്ചു കൊടുത്താ അവിടെ കിടന്ന് ഉറങ്ങുന്നവനായി ഈ പ്രഭാകരൻ. എന്റെ ചില സാധനങ്ങള് അതൊക്കെ ആ പെണ്ണെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇതാ മോളെ, മോള് കുടിക്ക്. സ്ഥലം മാറ്റായില്ലേ? ഏയ്, ചൂടല്ലേ, ഇവിടെയാ സുഖം. ഇക്കണക്കിന് മീനമ്മയുടെ മാസം ആവുമ്പോ അമ്പലപ്പറമ്പാണ് സുഖമെന്ന് പറയേണ്ടി വരും മോനെ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ആ വഴിക്കാ നീങ്ങണത്. നിനക്ക് എന്തിലും കുറ്റം മാത്രമല്ലേ കാണാൻ പറ്റൂ. ഇടി പോത്തെ, കുടുംബത്തിലെ പെണ്ണുങ്ങളുള്ളപ്പോ പിന്നെ ആണുങ്ങൾ പുറത്തല്ലേ കിടക്കേണ്ടത്? ഡൈനിങ് ഹാളിലും തളത്തിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ. പ്രഭാകരൻ ഇന്നു മുതൽ പുറത്തു കിടന്നോളും എന്ന് ചെറിയമ്മ തീരുമാനിച്ചെന്തേ? ഈ വീടൊരു സ്ഥിരം താവളമാക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലടി. നീ ചെന്ന് കിടക്കാൻ നോക്കുക. നാളെ കണ്ടത്തിൽ മരുന്നടിക്കാനുള്ളതല്ലേ. ഞാൻ പൊക്കോളാം. പക്ഷെ ഒന്നുണ്ട്, വയറ് നിറച്ചുകൊണ്ട് ഏമ്പക്കം വിടുന്നവരുടെ ശബ്ദം ഉഴണ പോത്തിനും മെതിക്കണ യന്ത്രത്തിനും അറിയേണ്ട കാര്യമില്ല. അതുപോലെ ആവരുത് പ്രഭേട്ടൻ.